മുഖ്യമന്ത്രിയുടെ വിരുന്നിൽ ലോകായുക്ത പങ്കെടുത്തത് ധാർമ്മികമായി മാത്രമല്ല സുപ്രീംകോടതി മാർഗനിർദ്ദേശങ്ങളുടെയും ലംഘനമാണ്. ജുഡീഷ്യൽ ഓഫീസർമാർ പുലർത്തേണ്ട ജാഗ്രതയും ധാർമ്മികതയും ലോകായുക്തയുടെയും ഉപലോകായുക്തയുടെയും ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നാണ് ആരോപണം. ഇതിനിടെ ലോകായുക്ത വിരുന്നിൽ പങ്കെടുത്തതിനെ വിമർശിക്കുന്നത് ഔചിത്യമില്ലായ്മയാണെന്ന വാദവുമായി ഇടതുമുന്നണി കൺവീനർ ഇ.പി. ജയരാജൻ രംഗത്തെത്തി. 1997 മെയ് 7 ചേർന്ന സുപ്രീം കോടതി ഫുൾ കോർട്ട് മീറ്റിംഗ് അംഗീകരിച്ച ജുഡീഷ്യൽ ജീവിതത്തിന്റെ മൂല്യങ്ങളുടെ പുനർപ്രസ്താവനയാണിത്. കുടുംബാംഗങ്ങൾ, അടുത്ത ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവരൊഴികെ ആരിൽ നിന്നും ഒരു ജഡ്ജി ആതിഥ്യമോ ഉപകാരങ്ങളോ സ്വീകരിക്കാൻ പാടില്ല. ഇതിന്റെ ലംഘനമാണ് മുഖ്യമന്ത്രിയുടെ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തതോടെ ലോകായുക്തയും ഉപലോകായുക്തയും ചെയ്തതെന്ന് വ്യക്തം. പ്രത്യേകിച്ചും മുഖ്യമന്ത്രിക്കെതിരെ നിർണായകമായ പരാതി ലോകായുക്തയുടെ പരിഗണനയിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഇഫ്താർ വിരുന്നിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ മാധ്യമങ്ങളെ അനുവദിച്ചിരുന്നില്ല. പകർത്തിയ PRD ആകട്ടെ ലോകായുക്തയുടെ ദൃശ്യങ്ങൾ ഒഴിവാക്കിയാണ് മാധ്യമങ്ങൾക്ക് ഇഫ്താറിന്റെ ദൃശ്യങ്ങൾ നൽകിയത്. PRDയുടെ വാർത്താക്കുറിപ്പിലും പങ്കെടുത്ത പ്രമുഖരിൽ നിന്ന് ലോകായുക്തയുടെയും ഉപലോകായുക്തയുടെയും പേരുകൾ ഒളിപ്പിച്ചു വെച്ചു. എന്നാൽ ലോകായുക്തയും ഉപലോകായുക്തയും ദീർഘനേരം ഇഫ്താർ നടന്ന ശങ്കരനാരായണൻ തമ്പി ലോഞ്ചിൽ ഉണ്ടായിരുന്നതായി മാധ്യമപ്രവർത്തകനായ കെ ശ്രീകുമാർ സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു സീറ്റിലേക്ക് മുഖ്യമന്ത്രി ചെന്നപ്പോഴാണ് പെട്ടെന്ന് അവിടെ ഇരുന്നയാൾ എഴുന്നേറ്റ് കൈകൂപ്പുന്നത് കണ്ടപ്പോഴാണ് ഇത് നമ്മുടെ ലോകായുക്ത സിറിയക് ജോസഫ് ആണല്ലോ എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ചെന്നപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രി എന്തോ കാര്യങ്ങൾ അങ്ങോട്ട് സംസാരിച്ചു. അപ്പം അതൊരു അസ്വാഭാവികത തോന്നി. കാരണം സിറിയക് ജോസഫിനെ പോലെ ഒരു ലോകായുക്ത, ഒരു ന്യായാധിപൻ ഇങ്ങനെയുള്ള ഒരു വിരുന്നിന് വരുന്നതിൽ ഒരു പൈത്തിക്കേട് അല്ലെങ്കിൽ ഒരു ശരിയല്ലായ്മ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. വിവാദ വിരുന്നിൽ പ്രതികരിക്കാൻ ലോകായുക്തയോ സർക്കാരോ ഇതുവരെ തയ്യാറായിട്ടില്ല. എന്നാൽ വിരുന്നിൽ പങ്കെടുത്ത ലോകായുക്തയെയും ക്ഷണിച്ച സർക്കാരിനെയും ന്യായീകരിച്ച് ഇടതുമുന്നണി കൺവീനർ രംഗത്തെത്തി. നീതിന്യായ രംഗത്തുള്ളവരും ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. അവരും സമൂഹത്തിലെ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുന്നവരാണ്. വിവാഹങ്ങളിലും വിരുന്നുകളിലും മരണങ്ങളിലുമെല്ലാം പങ്കെടുക്കാറുണ്ട്. അതെല്ലാം മാനുഷികമായ നടപടികളുടെ ഭാഗമാണെന്നാണ് ഇ.പി.യുടെ ന്യായീകരണം. ന്യൂസ് 18 തിരുവനന്തപുരം.